മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പ്രിയദാസൻ ജെയിംസൺ തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ നമുക്ക് ശ്രവിക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കളെയും മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള 327 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. നാം ഓർത്തതുപോലെ കാരാഗ്രഹവാസം യോസഫിനുണ്ടായി. തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ലോകം അവനെ കാരാഗ്രഹത്തിൽ അടച്ചത്. എന്നാൽ ആ കാരാഗ്രഹത്തിലും സ്വർഗത്തിലെ ദൈവം അവനോട് കൂടെ ഇരിക്കുകയും ആ കാരാഗ്രഹവാസത്തിലൂടെയും ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവ് കൃപ കാണിക്കുകയും ചെയ്തു. തന്നെയുമല്ല, നമ്മൾ ഓർത്തതുപോലെ സ്വപ്നവ്യാഖ്യാനത്തിലും യോസഫ് എന്ന മഹാഭക്തൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ് നാം ഇവിടെ കാണുന്നത്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാകണം എന്നുള്ള വലിയ ആഗ്രഹം ഹൃദയത്തിലുണ്ടാകും. യോസഫിൻ്റെ ജീവിതം പഠിച്ചു നോക്കുമ്പോൾ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ദൈവനാമ മഹത്വത്തിനായി നിലകൊണ്ട അനുഗ്രഹീതനായ ഒരു മനുഷ്യനായിരുന്നു യോസഫ്. തുടർന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് തൻ്റെ മക്കളുടെ പേരിടുമ്പോഴും ദൈവനാമത്തിൻ്റെ മഹത്വം യോസഫിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിലേക്ക് വരുമ്പോൾ 51, 52 വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് യോസഫ് രണ്ടാമന് എഫ്രൈം എന്ന് പേരിട്ടു. ഈ 2 പേരുകളും ദൈവസന്നിധിയിൽ എത്ര നന്ദിയോടുകൂടെയാണ് യോസഫ് ഓർക്കുന്നത്. ആദ്യജാതനായിരിക്കുന്ന മനശ്ശയെക്കുറിച്ച് പറയുമ്പോൾ, ആ മകന് പേരിടുമ്പോൾ, അവന് മനശ്ശെ എന്ന് നാമകരണം ചെയ്യുമ്പോൾ അന്യദേശമായ ഫറവോൻ്റെ നാട്ടിൽ മിസ്രൈമിലാണ് യോസഫ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. എന്തെല്ലാം കഷ്ടതകൾ താൻ അനുഭവിച്ചു. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അടിമയായി വിൽക്കപ്പെടുന്ന ചിത്രം മനസ്സിലൊന്ന് കണ്ടു നോക്കുക. സ്വന്തം സഹോദരന്മാരാൽ വിൽക്കപ്പെടുന്നവനായി തീർന്നു. പൊട്ടക്കിണറ്റിൽ തള്ളിയിടപ്പെടുന്നവനായി തീർന്നു. അവിടെ നിന്ന് അടിമച്ചന്തയിലേക്ക് വന്നു. അപ്പൻ്റെ സ്നേഹഭാജനമായിരുന്നവൻ അടിമയായി വിൽപ്പനച്ചരക്കായി നിൽക്കുന്ന ആ ചിത്രം മനസ്സിലൊന്ന് കണ്ടു നോക്കുക. എത്രമാത്രം വർണ്ണനാതീതമായ കഷ്ടതകൾ ആ യൗവനക്കാരനായ ദൈവഭക്തൻ സഹിച്ചു. തന്നെയുമല്ല, അവിടെ നിന്ന് പൊത്തിഫേറിൻ്റെ ഭവനത്തിലേക്ക് എത്തപ്പെട്ടു. താൽക്കാലികമായി ദുഃഖങ്ങൾക്കൊരു വിരാമം കുറിച്ചുവെന്ന് തോന്നിയ സമയത്തിൽ പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ കുടിലത നിമിത്തം വീണ്ടും കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കപ്പെടുകയാണ്. അവിടെയും ദൈവം തൻ്റെ ദാസനിലൂടെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. പക്ഷേ യോസഫിനെ ഓർക്കാം എന്ന് പറഞ്ഞവർ മറന്നുപോയി. അവിടെയും കഷ്ടതയുടെ കൊടും ചൂടിലൂടെ ആ ദൈവദാസൻ നടന്നുപോയി. ദൈവം എന്തെല്ലാം കഷ്ടതകൾ അനുവദിച്ചു. എന്നാൽ തൻ്റെ ആദ്യജാതന് പേരിടുമ്പോൾ എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. തൻ്റെ അപ്പൻ്റെ ഭവനം മറന്നുപോയി എന്നല്ല അതിൻ്റെ അർത്ഥം.
അവിടെ നിന്നുള്ളതായിരിക്കുന്ന അകലത്തിൽ അവൻ മിസ്രൈമിൽ കഴിയുമ്പോഴും ആ പ്രത്യേക രംഗങ്ങളിലും തന്നെ കാത്തു സൂക്ഷിച്ച കർത്താവിന് സ്തുതിസ്തോത്രങ്ങൾ ഹൃദയത്തിൽ അർപ്പിക്കുകയാണ് യോസഫ് തൻ്റെ മകന് പേരിടുമ്പോൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ അനേക പ്രയാസങ്ങൾ ദൈവമുൻപാകെ മറക്കുവാൻ നമുക്ക് ദൈവാത്മാവ് കൃപ തരും. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ പ്രയാസങ്ങൾ ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിനോടുള്ള നന്ദി നിറയും. അവിസ്മരണീയങ്ങളായി നാം അത് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കും. രണ്ടാമത്തെ മകന് പേരിടുമ്പോൾ നോക്കുക, എന്താ നാം വായിക്കുന്നത്? സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചുവെന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. മിസ്രൈം യോസഫിന് സങ്കടദേശമാണ്. എന്തെല്ലാം ഭൗതികമായ വളർച്ച ആ ദേശത്തിന് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നാലും, ഫറവോന്റെ സുശക്തമായ സാമ്രാജ്യമായിരുന്നുവെങ്കിലും, ലോകം വെച്ച് നീട്ടുന്ന ഏതെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും യോസഫിനെ സംബന്ധിച്ച് അത് സങ്കടദേശമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകപ്രകാരം അനേക കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവ പൈതലിനെ സംബന്ധിച്ച് ലോകമെന്ന് പറയുന്നത് സങ്കടദേശമാണ്. എന്നാൽ നമുക്കൊരു ദേശം മുൻപിലുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഇട്ടതുമായ ദൈവം ഒരുക്കുന്നൊരു നഗരം നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു, ഞാൻ പോയിട്ട് വീണ്ടും വരുമെന്ന്, ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുമെന്ന് കർത്താവ് പറഞ്ഞു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ദൈവജനം ഇവിടുത്തെ സങ്കടങ്ങൾ മറന്ന്, ഇവിടുത്തെ കഷ്ടതകൾ മറന്ന്, ഇവിടുത്തെ ദുഃഖവും മുറവിളിയും മറന്ന് നിത്യമായ നാട്ടിൽ, സന്തോഷത്തിൻ്റെ നാട്ടിൽ, ദൈവമുള്ള നാട്ടിൽ നാം എത്തിച്ചേരാൻ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയ വിശ്വാസിയെ, അങ്ങ് അതിനുവേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ജീവിതമാണോ അങ്ങേക്കുള്ളത്? എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ, കർത്താവ് വന്നാൽ അങ്ങ് സ്വർഗത്തിൽ പോകുമോ? അതല്ല, മരണം അങ്ങേ പിടിച്ചാൽ അങ്ങ് നിത്യത സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ചെലവഴിക്കുമോ? യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിലൂടെയാണ് നമുക്ക് ഒരു നിത്യനാട്ടിൽ, സന്തോഷത്തിന് നാട്ടിൽ എത്തുവാൻ കഴിയുക. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചുവെന്ന് പറഞ്ഞ് അവൻ രണ്ടാമന് എഫ്രൈം എന്ന് പേരിട്ടു. ഇപ്പോൾ യോസഫിനെ ശ്രദ്ധിക്കുക, ദൈവം എന്തെല്ലാം വർധനവ് അവന് നൽകി. ഏകനായി വന്നവന് കുടുംബത്തെ നൽകി, അവന് കുഞ്ഞുങ്ങളെ നൽകി. അത് തന്നെയുമല്ല, ലോകം ആദരിക്കുന്ന ഒരു ഭരണാധികാരിയായി ദൈവം അവനെ മാറ്റി. അത് തന്നെയുമല്ല പ്രിയമുള്ളവരെ, പിൽക്കാലഘട്ടത്തിൽ വന്ന കൊടും ക്ഷാമത്തിൽ എല്ലാവർക്കും രക്ഷ നൽകുന്ന ഒരു അന്നദാതാവായി ദൈവം യോസഫിനെ ഉയർത്തി. തിരുവചനത്തിൻ്റെ പേജുകളിൽ എത്രമാത്രം അനുഗ്രഹീതമായ നിലയിൽ സാക്ഷ്യം പ്രാപിക്കുന്നത് യോസഫിനെ കുറിച്ച് കാണുകയാണ്. ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ആ സങ്കടദേശത്ത്, ആ കഷ്ടതകൾ അനുഭവിച്ച നാട്ടിൽ ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവം ചെയ്ത നന്മകൾക്ക് ബദലായി തൻ്റെ മക്കൾക്ക് അവൻ പേരിടുമ്പോൾ അതിലൂടെയും തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചെറുത് എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ തലമുറകൾ ദൈവത്തിൻ്റെ നാമം വഹിക്കത്തക്ക നിലയിൽ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന് പ്രസാദമായി തീരുവാൻ ഈ ചിന്ത മുഖാന്തരമാകട്ടെ. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്നീശുനാഥനേ, എന്നാശനീ, എന്നാളും